ഇന്ന് ഒ പിയിലേക്ക് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആളെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ എനിക്ക് ബാക്ക് പെയിൻ ആണ്. ഞാൻ ഒരു 2 വീക്സ് മുമ്പ് ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, എക്സസൈസ് ചെയ്താൽ മാറിക്കോളുമെന്ന്. ഞാൻ ഒരു 2 വീക്സ് ആയിട്ട് യൂട്യൂബ് നോക്കി എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് കുറയുന്നില്ല. എനിക്ക് വേദന വളരെയധികം കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഞാനും ആലോചിച്ചത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അവയർനെസ് ടോപ്പിക് ആണല്ലോ. ഇത് നിങ്ങളോടും കൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ മുഹമ്മദ് ഷിയാസ്, കൺസൾട്ടിംഗ് ഡോക്ടർ അറ്റ് വൈദ്യമന്ദിരം ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പല എക്സസൈസുകൾ അവൈലബിൾ ആണ്. ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, നീ പെയിന്, സയാറ്റിക് പെയിന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സസൈസ് അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വക, ജിം ട്രെയിനേഴ്സിൻ്റെ വക, ഡോക്ടേഴ്സിൻ്റെ വക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വക, ഇവരൊക്കെ വക എക്സസൈസുകളുണ്ടാവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ രോഗകാരണവും സെയിം അല്ല. രണ്ടാമത്, ഒരു പെയിൻ വരുന്നതിൻ്റെ റീസൺ പലർക്കും പലതായിരിക്കും, പല പെയിനുകളായിരിക്കും. അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യൂറിക് ആസിഡ് കൊണ്ട് വേദന വരാം, കിഡ്നി സ്റ്റോൺ കൊണ്ട് പെയിൻ വരാം, മസിൽ സ്പാസം കൊണ്ട് വരാം, ഡിസ്ക് ബൾജ് കൊണ്ട് വരാം, സയാറ്റിക് പെയിൻ ആകാം, റേഡിയേറ്റിംഗ് പെയിൻ ആവാം, ക്ലോഡിക്കേറ്റിംഗ് പെയിൻ ആവാം, സ്റ്റീനോസിസ് പെയിൻ ആവാം, ഗ്ലൂട്ട് ടൈറ്റ്നസ് ആവാം, പൈരിഫോമൻ സിൻഡ്രോം ആവാം. ഇതൊക്കെ ബാക്കിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ വേറെ എക്സസൈസുകളാണ്. ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ബയാസ് എക്സസൈസ് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലോഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഇസ്തിസിസ് കൊണ്ടുവരുന്ന വേദനയ്ക്ക് നമ്മൾ ഫ്ലെക്ഷൻ ബയാസ് ആയിട്ടുള്ള എക്സസൈസുകളാണ് കൂടുതൽ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഇന്ന എക്സസൈസ് എന്ന് നമുക്ക് ഒരിക്കലും എവിടെയും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ രോഗം ഡയഗ്നോസ് ചെയ്തിട്ട് ആ കൺസൾട്ടിങ് ഡോക്ടറോടോ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ എക്സസൈസ് നിങ്ങൾ ചോദിച്ചു വാങ്ങി അത് അവരുടെ അഡ്വൈസ് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനോ എവിടെയെങ്കിലും നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. സ്വയം വാങ്ങി മരുന്ന് കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ സ്വയം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നിങ്ങൾ പേഴ്സണലി ഇതേപോലെ എക്സസൈസ് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ എന്നെ ആയാലും കോൺടാക്ട് ചെയ്യാനാണ്. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. താങ്ക് യു.